ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. കിയ അങ്ങനെ അവരുടെ പുതിയ സോണറ്റ് ഫേസ് ലിഫ്റ്റ് റിവീൽ ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു റിവീലാണ്, പ്രൈസ് ഇതുവരെ വന്നിട്ടില്ല. അത് മിക്കവാറും അടുത്ത മാസം, അതായത് നമ്മുടെ 2024 സ്റ്റാർട്ടിങ്ങിലായിരിക്കും വരാൻ പോകുന്നത്. ഈ വണ്ടി ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഡിസംബർ 20 മുതൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രീ ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. എന്തായാലും നമുക്ക് ഈ വണ്ടിയെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതൊരു ഫേസ് ലിഫ്റ്റ് ആണല്ലോ, അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നൊക്കെ അറിയണമല്ലോ. ആദ്യം തന്നെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം മാറ്റങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. പണ്ടുണ്ടായിരുന്ന സോണറ്റ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഫ്രണ്ടിലത്തെ ഹെഡ്ലൈറ്റ്സ്, ബമ്പർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ മാറ്റിയിട്ടുണ്ട്. ഗ്രില്ലിലും ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാം, അതിൻ്റെ അകത്തുള്ള ട്രീറ്റ്മെൻറ്റിലൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്. സംഭവം ബേസിക്കലി ഇവരുടെ ആ ഒരു ടൈഗർ നോസ് ഗ്രില്ല് തന്നെയാണ്. പിന്നെ ഹെഡ്ലൈറ്റ്സ് എടുക്കുകയാണെങ്കിൽ ഇതിനെ ടോപ്പ് പോർഷനിലായിട്ടും അതുപോലെ താഴത്തേക്ക്, അതായത് ഒരു എൽ ഷേപ്പ് പോലെയാണ് ഇതിൻ്റെ DRLs കൊടുത്തിരിക്കുന്നത്. അത് തന്നെയാണ് സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ടും ഫംഗ്ഷൻ ചെയ്യുന്നത്. അത് മൊത്തം എല്ലായിട്ട് കത്തില്ല, ടോപ്പിലത്തെ പോർഷൻ മാത്രമേ സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് കത്തുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഓൾ LED ഹെഡ് ലാംപ്സ് അവൈലബിൾ ആണ്. പിന്നെ താഴേക്ക് വരികയാണെങ്കിൽ ഈ വണ്ടിയിൽ ഫോഗ് ലാംപ്സ് ഉണ്ട്. ഹ്യുണ്ടായി ഇപ്പോൾ അവരുടെ പുതിയ ഫേസ് ലിഫ്റ്റുകളിൽ നിന്ന് ഫോഗ് ലാംപ്സ് എടുത്ത് കളയാണ്, പക്ഷേ കിയ അങ്ങനെ എടുത്ത് കളയുന്നൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് 4 ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഐസ് ക്യൂബ് ഫോഗ് ലാംപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതും LED ആണ്. പണ്ട് സോണറ്റിൽ പ്രൊജക്ടർ ഹാലജൻ ഫോഗ് ലാംപ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ബമ്പറിൻ്റെ ഡിസൈനൊക്കെ നിങ്ങൾക്ക് കാണും, ചെറിയ വ്യത്യാസം അവിടെ ഇവിടേക്കായിട്ട് വരുത്തിയിട്ടുണ്ട്. ഇതാണ് ഈ വണ്ടിയുടെ ഫ്രണ്ട് ഡിസൈൻ. ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് തീർച്ചയായും താഴെ കമൻസിൽ പറയാം. പഴയതാണോ പുതിയതാണോ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് എന്നും പറയാം ഡിസൈൻ്റെ കാര്യത്തിൽ. എനിക്ക് തീർച്ചയായും പഴയതിന് ഡിസൈൻ അത്ര ഇഷ്ടമല്ലെങ്കിലും പുതിയത് വലിയ കുഴപ്പമില്ലെന്ന് തോന്നി. അതുപോലെ സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്കങ്ങനെ പറയത്തക്ക വലിയ മാറ്റങ്ങളൊന്നുമില്ല. കാരണം സോണറ്റ് ജസ്റ്റ് ഫേസ് ലിഫ്റ്റ് ആണ് അവർ ചെയ്തിരിക്കുന്നത്, ജനറേഷൻ ഒന്നും മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സൈഡ് പ്രൊഫൈൽ എക്സാക്ട്ലി സെയിം ആണ്. പിന്നെ ചെറിയൊരു വ്യത്യാസം പറയാൻ പറ്റുന്ന അലോയ്സിൻ്റെ കാര്യത്തിലാണ്. പക്ഷെ അതും നമുക്കൊരു വ്യത്യാസം എന്നുള്ള രീതിയിൽ നോക്കാൻ പറ്റില്ല. കാരണം പണ്ട് അവർ പുതിയതായിട്ട് X ലൈനിൽ കൊണ്ടുവന്ന അലോയ്സ് ഇപ്പോൾ നമുക്ക് GT ലൈനിലൊക്കെ അവൈലബിൾ ആണ് എന്ന് മാത്രം. ആക്ച്വലി ഇതിന് 4 ടൈപ്പ് ഓഫ് വീൽസ് അവൈലബിൾ ആണ്. ബേസ് മോഡൽ 15 ഇഞ്ച് സ്റ്റീൽ വീൽസ് ആണ് വരുന്നത്. HTKയിലേക്ക് വരികയാണെങ്കിൽ നമുക്കവിടെ 16 ഇഞ്ച് സ്റ്റൈൽഡ് സ്റ്റീൽ റിംസ്, അതായത് അലോയ് പോലെ കാണാനൊക്കെ ഇരിക്കും, പക്ഷേ അലോയ് ആയിരിക്കില്ല. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിലത്തെ വേരിയൻസിലേക്ക് വരികയാണെങ്കിൽ 16 ഇഞ്ച് അലോയ് വീൽസ്. ഇതൊരു ഡിസൈനാണ്. ഇതിന് താഴത്തായിട്ട് വേറൊരു ഡിസൈനും കൂടെ അവർ കൊടുത്തിട്ടുണ്ട്. അത് കുറച്ചുകൂടെ ബേസിക് ആണെന്ന് മാത്രം. ബേസിക് എന്ന് വെച്ചാൽ സിൽവർ അലോയ്സ് ആണെന്നല്ല, ഡ്വൽ ടോൺ അലോയ്സ് തന്നെയാണ് നമുക്ക് അവിടെയും കിട്ടുന്നത്. ഇനി റിയർ പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയും അത്യാവശ്യം ചെറിയ ചെറിയ മാറ്റങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ബേസിക് ആയിട്ട് നമുക്ക് തന്നെ ബമ്പറിൻ്റെ ഡിസൈനിൽ പുതിയ വ്യത്യാസങ്ങൾ കാണാൻ പറ്റും. ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് സിൽവർ സ്കിറ്റ് പ്ലേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടെയിൽ ലാംപ്സിൻ്റെ ഡിഫറൻസ് അത് തീർച്ചയായും എവിഡൻ്റ് ആയിട്ട് തന്നെ കാണാൻ പറ്റും. കാരണം പണ്ടത്തെ സോണറ്റിൽ നമുക്ക് കുറച്ചുകൂടെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ടെയിൽ ലാംപ്സ് ആയിരുന്നു വന്നിരുന്നെങ്കിൽ ഇപ്പോൾ താഴേക്ക് കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കാരൻസിലും പുതിയ സെൽറ്റോസ് ഫേസ് ലിഫ്റ്റിലും ഒക്കെ കണ്ടതുപോലെ വെർട്ടിക്കൽ ആയിട്ടുള്ള ടെയിൽ ലാംപ്സും അതിൻ്റെ ഒരു കണക്ഷൻ പോലെയാണ് കൊടുത്തിരിക്കുന്നത്. അത് കാണാൻ രസമുണ്ട്. ഫുള്ളി LED ടെയിൽ ലാംപ്സ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഒബ്വിയസ്ലി ബേസ് മോഡലൊക്കെ ഹാലജൻ ടെയിൽ ലാംപ്സ് തന്നെ ആയിരിക്കും. പക്ഷേ എന്നാൽ നമ്മളൊരു മിഡിൽ വേരിയൻറ്റിലേക്കൊക്കെ വരുമ്പോൾ മുതൽ ഈ ഒരു രീതിയിലുള്ള ടെയിൽ ലാംപ്സും അതുപോലെ ഇൻ്റർ കണക്റ്റഡ് ലൈറ്റും സാധനങ്ങളൊക്കെ തന്നെ കിട്ടുന്നതായിരിക്കും. അതാണ് എക്സ്റ്റീരിയറിൻ്റെ കാര്യം. പക്ഷേ ഇനി ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ചിലപ്പോൾ ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് ഡാഷ്ബോർഡ് ഡിസൈനിൽ വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ലായിരിക്കും. അത് നിങ്ങളുടെ പ്രശ്നമല്ല, കാരണം ഡാഷ്ബോർഡ് ഡിസൈനിൽ വ്യത്യാസമൊന്നുമില്ല. അത് കൈൻഡ് ഓഫ് എക്സ്പെക്റ്റഡ് ആയിരുന്നു. കാരണം ഈ വണ്ടിയുടെ ഇതിനു മുമ്പുള്ള ലീക്ഡ് ഇമേജസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇൻറ്റീരിയറൊക്കെ ഓൾമോസ്റ്റ് സെയിം ആയിട്ട് തന്നെയായിരുന്നു അതിൻ്റെ അകത്തും കാണിച്ചിരുന്നത്. പക്ഷേ പുതിയ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അതിന് മുമ്പ് ഇവരുടെ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ സെൽറ്റോസ് ഫേസ് ലിഫ്റ്റിൽ നമ്മൾ ഇൻറ്റീരിയറിൽ അത്യാവശ്യം നല്ലൊരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള മാറ്റം തന്നെ കണ്ടിരുന്നു. അതിൻ്റെ അകത്ത് അവർ സ്ക്രീനൊക്കെ കുറച്ചുകൂടി ഇൻറ്റഗ്രേറ്റഡ് ആക്കി ഡാഷ്ബോർഡ് ലേഔട്ടിൽ ചെറിയ വ്യത്യാസമൊക്കെ വരുത്തി. ഇവിടെ പക്ഷേ അതൊന്നും ചെയ്തില്ല. വളരെ ബേസിക് ആയിട്ടുള്ള വ്യത്യാസം മാത്രമേ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളൂ. പക്ഷേ അവിടെ വേറൊരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത് സെൽറ്റോസ് ഫേസ് ലിഫ്റ്റിൽ അവർ എക്സ്റ്റീരിയറിൽ ഇതിൻ്റെ അകത്ത് മാറ്റി അത്രയും വ്യത്യാസം കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. റിയർ പ്രൊഫൈൽ ഒബ്വിയസ്ലി മാറ്റി, പക്ഷേ ഫ്രണ്ട് പ്രൊഫൈലിൽ ആ വണ്ടിക്ക് വലിയ വ്യത്യാസം ഇല്ലായിരുന്നു. ഉണ്ട്, പക്ഷേ ഈ സോണറ്റിൻ്റെ ഫേസ് ലിഫ്റ്റിൽ വന്ന അത്രയും വ്യത്യാസം നമ്മൾ സെൽറ്റോസ് ഫേസ് ലിഫ്റ്റ് എടുക്കുകയാണെങ്കിൽ കാണില്ല. കാരണം ഇതിൻ്റെ ഹെഡ്ലൈറ്റ്സിൻ്റെ ഡിസൈനൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഇനി ബാക്കി ഫാക്ടേഴ്സിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലൊക്കെ സെയിം ആണ്. നമുക്ക് എപ്പോഴും ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് കിട്ടുന്നത്. ലെതർ റാപ്ഡ് ആണ്. GT ലൈൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് റെഡ് സ്റ്റിച്ചിങ് ഒക്കെ പണ്ടത്തെ പോലെ കിട്ടും. പിന്നെ ക്രൂസ് കൺട്രോൾ അവൈലബിൾ ആണ്, സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾ അവൈലബിൾ ആണ്. ഇനി ഇതിൻ്റെ അകത്ത് വ്യത്യാസം വന്നിരിക്കുന്ന ഒരു സാധനം ഞാൻ പറയാം. പണ്ടത്തെ സോണത്തിൻ്റെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സാധനം ഇതിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ ആയിരുന്നു. കുറച്ച് ബേസിക് ആയിരുന്നു അത്. പക്ഷേ ഇപ്പോൾ അത് മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട്. ഏറ്റവും പുതിയ നമ്മൾ സെൽറ്റോസ് ഫേസ് ലിഫ്റ്റിലൊക്കെ കണ്ട 10.25 ഇഞ്ചസിൻ്റെ ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ബെസ്റ്റ് ഇൻ സെഗ്മെൻ്റ് ആണ് എന്ന് യാതൊരു സംശയമില്ലാതെ പറയാം. ഇതുപോലെ തന്നെ നമുക്ക് 10.25 ഇഞ്ചസിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ നെക്സോണിലും അവൈലബിൾ ആണ്. പക്ഷേ അതിനകത്ത് ചെറിയ ഗ്ലെയർ അടിക്കുന്ന ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. ഇതിനകത്ത് ആ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം നമ്മളത് ഓൾറെഡി സെൽറ്റോസിൽ കണ്ടതാണല്ലോ. അതിൽ ആ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നോർമലി ഇതിനുണ്ടാവേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ നമ്മൾ നെക്സോൺ ഫേസ് ലിഫ്റ്റ് കണ്ട പോലെ ഇതിൻ്റെ അകത്തുണ്ട്. ഇൻഡിക്കേറ്റർ ഇടുകയാണെങ്കിൽ ഈ സൈഡിലത്തെ ക്യാമറ കാണിക്കും. പിന്നെ ഇൻഫോടൈം സിസ്റ്റം പറഞ്ഞു വരുമ്പം സെയിം 10.25 ഇഞ്ചസിൻ്റെ പഴയ ഇൻഫോടൈം സിസ്റ്റം ആയിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും ചെറിയ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ UI അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ഈ UI കണ്ടത് കാരൻസിലാണ്. പിന്നെ സെൽറ്റോസ് ഫേസ് ലിഫ്റ്റിൽ അത് വന്നു. ഇപ്പോൾ സോണറ്റ് ഇറങ്ങിയപ്പം അതിൻ്റെ അകത്തും പുതിയ UI കൊടുത്തു. അത് ഈ സംഭവം സെയിം തന്നെയാണ് കേട്ടോ. അതിൻ്റെ യൂസർ ഇൻ്റർഫേസ് ചെറിയ കുറച്ച് വ്യത്യാസം എന്നൊക്കെ ഉള്ളൂ. ഇനി മാറിയിരിക്കുന്ന വേറൊരു സാധനം ഞാൻ കാണിച്ചു തരാം. അതാണ് ഈ വണ്ടിയുടെ AC കൺട്രോൾസ്. ഇതിനകത്ത് ഇപ്പോഴും ഓട്ടോ AC തന്നെയാണ് വരുന്നത്. പക്ഷേ എന്നാൽ അതിൻ്റെ കൺട്രോൾ പാനൽ പണ്ട് ഭയങ്കര ഈ ജാംബോഹൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന പോലത്തെ ഒരു സ്വിച്ചും സാധനങ്ങളൊക്കെ ആയിരുന്നു കൊടുത്തത്. പക്ഷേ ഇപ്പോൾ അതൊന്നല്ല. ഇപ്പോൾ അത്യാവശ്യം നല്ല അപ്പ് ആൻഡ് ഡൗൺ ടോഗിൾ സ്വിച്ച് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് അതിൻ്റെ ഒരു ഫിനിഷിംഗ് ആണെങ്കിലും ഒക്കെ പണ്ടത്തേക്കാൾ വളരെ നന്നായിട്ടുണ്ട് എന്ന് തന്നെ പറയാം.
പിന്നെ പുതിയ ഫീച്ചേഴ്സ് ഉള്ളത് ഡ്രൈവർ സൈഡ് സീറ്റിൽ ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. അത് റിക്ലൈനും അതുപോലെ സ്ലൈഡിംഗ് ഫംഗ്ഷനുമാണ് ഇലക്ട്രിക്കലി വന്നിരിക്കുന്നത്. അതായത് 4 ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ്. ഹൈറ്റ് വെച്ച് നമ്മൾ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ അകത്ത് 360 പാർക്കിംഗ് ക്യാമറ ഇനി അവൈലബിൾ ആയിരിക്കും. ഇതും ഈ സെഗ്മെൻറ്റിൽ ഇപ്പോൾ ബ്രസയിലും അതുപോലെ നമ്മുടെ നെക്സോണിലും ഫ്രോങ്സിലും ഒക്കെ ഉള്ള ഫീച്ചേഴ്സാണ്. എന്നാലും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറായിട്ട് പറയാം. ഇത് നേരത്തെ സോണറ്റിലില്ലായിരുന്നു. പിന്നെ ഒരു വ്യത്യാസം പറയാൻ പറ്റുന്ന എല്ലാ പവർ വിൻഡോസും ഇതിനകത്ത് ഇപ്പോൾ ഓട്ടോ അപ്പ് ഡൗൺ ആക്കിയിട്ടുണ്ട്. സാധാരണ നമ്മൾ ഈ പ്രൈസ് പോയിന്റിൽ ഡ്രൈവർ സൈഡ് മാത്രമേ കാണാറുള്ളൂ. ഈ വണ്ടിയിൽ പക്ഷേ ഇനി മുതൽ എല്ലാ വിൻഡോസും ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺ അപ്പ് ആവും. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും പാർക്കിംഗ് സെൻസേഴ്സ് അവൈലബിൾ ആണ്. അത് ഈ വണ്ടിയിൽ നേരത്തെ ഉണ്ടായിരുന്നു. ഇവരിപ്പോൾ ജസ്റ്റ് ചുമ്മാ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് മാത്രമേ ഉള്ളൂ. അതുപോലെ മൾട്ടിപ്പിൾ കളേഴ്സിൽ വരുന്ന ആംബിയൻ ലൈറ്റിംഗ് ഡോറിൻ്റെ സൈഡിലൊക്കെയായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കാണാൻ രസമുണ്ട്. പിന്നെ പണ്ടുണ്ടായിരുന്ന പോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലത്തെ 2 സീറ്റ്സിൽ കൂളിംഗ് ഫംഗ്ഷൻ, അതായത് വെന്റിലേഷൻ ഫംഗ്ഷൻ അവൈലബിൾ ആണ്. ടോപ്പ് എൻഡിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, ബേസിക്കലൊന്നും പ്രതീക്ഷിക്കരുത്. പിന്നെ ഇപ്പോൾ എന്താ ഇൻറ്റഗ്രേറ്റഡ് ഡിസ്പ്ലേ ഉള്ള എയർ പ്യൂരിഫയർ, അതുപോലെ ബോസിൻ്റെ 7 സ്പീക്കർ ഓഡിയോ സിസ്റ്റം, ഓട്ടോ ഹെഡ് ലാംപ്സ് തുടങ്ങിയ ഫീച്ചേഴ്സൊക്കെ ഇതിനകത്ത് തീർച്ചയായിട്ടും ഉണ്ട്. സീറ്റ്സിലും അതുപോലെ തന്നെ കളറിൻ്റെ മെറ്റീരിയൽസിലൊന്നും വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. നേരത്തെ സെയിം ഓപ്ഷൻസ് തന്നെയാണ്. കളറിൽ എന്തെങ്കിലും ചെറിയ വ്യത്യാസം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ് ലൈൻ എടുക്കേണ്ടി വരും. GT ലൈനിൽ പണ്ടത്തെ സെയിം കളർ കോമ്പിനേഷൻ തന്നെയാണ് ഉള്ളത്. പിന്നെ നമുക്ക് ഇതിനകത്ത് സേഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ 6 എയർ ബാഗ്സ്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെൻറ്റ്, അതുപോലെ ട്രാക്ഷൻ കൺട്രോൾ തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ ഇതൊന്നും അല്ലാണ്ട് നമുക്കിനി മുതൽ ഈ വാഹനത്തിൽ ലെവൽ 1 അഡ്വാൻസ് ഡ്രൈവർ റെസിസ്റ്റൻസ് സിസ്റ്റം അവൈലബിൾ ആയിരിക്കും. അതിനകത്ത് 10 മെയിൻ ഫീച്ചേഴ്സാണ് വരുന്നത്. എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് കൊടുത്തിട്ടില്ല, കാരണം ഇത് ലെവൽ 2 അല്ല. എന്നാലും നമുക്ക് ഇന്നത്തെ കാലത്ത് എന്തായാലും ഇന്ത്യൻ റോഡ്സിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. എന്നാലും ചുമ്മാ കിടക്കട്ടെ എന്ന് പറഞ്ഞ അവർ കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതേ ലെവൽ 1 ADAS ഫീച്ചേഴ്സ് നമുക്ക് വെന്യൂവിലും ഇപ്പോൾ അവൈലബിൾ ആണ്. ഈ 2 വണ്ടികളാണ് ഇപ്പോൾ സെഗ്മെൻറ്റിൽ ആകെ അഡ്വാൻസ് ഡ്രൈവർ റെസിസ്റ്റൻസ് സിസ്റ്റം വരുന്നത്. എന്തായാലും ഉണ്ടല്ലോ, അതുകൊണ്ട് ഉണ്ടെന്നെങ്കിലും പറയാം. ഇതാണ് ഫീച്ചേഴ്സിൻ്റെ ലിസ്റ്റ്. പിന്നെ സേഫ്റ്റിയിൽ നമുക്ക് 6 എയർ ബാഗ്സും ഈ പറഞ്ഞ സേഫ്റ്റി ഫീച്ചേഴ്സ്, അഡാസ് ഒഴികെയുള്ള ബാക്കി സാധനങ്ങളൊക്കെ ബേസ് മോഡൽ പോലെ തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ. ഇനി പവർ ട്രെയിൻ ഓപ്ഷൻസിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല. നേരത്തെ ഉണ്ടായിരുന്ന സെയിം 3 എഞ്ചിൻ ഓപ്ഷൻസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 1 ലിറ്റർ ടർബോ പെട്രോൾ ഉണ്ട്, 120 bhp, 172 Nm ടോർക്ക്. ഈ എഞ്ചിൻ 6 സ്പീഡ് IMT ട്രാൻസ്മിഷനും അതുപോലെ തന്നെ 7 സ്പീഡ് DCT ഓട്ടോമാറ്റിക്കിലാണ് വരുന്നത്. വെന്യൂയിലും i20യിലും ഹ്യുണ്ടായി ഈ 1 ലിറ്റർ ടർബോയുടെ കൂടെ മാനുവൽ കൊടുത്തു. പക്ഷേ സാഡ്ലി കിയ അത് ചെയ്തിട്ടില്ല. ഇതിൻ്റെ അകത്ത് ഇപ്പോഴും IMT ഉള്ളൂ. പിന്നെ 1.5 ലിറ്റർ CRDI ഡീസൽ എഞ്ചിൻ ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. പണ്ട് ഇതുണ്ടായിരുന്നു. 100 bhp ആയിരുന്നു സ്റ്റേജ് 2 ആവുന്നതിന് മുമ്പ്, അതായത് നമ്മുടെ BS6 സ്റ്റേജ് 2. അതെന്താണെന്ന് വെച്ചാൽ പണ്ട് ഇത് FGT ആയിരുന്നു, ഇപ്പോൾ അത് VGT, വേരിയബിൾ ജോമെട്രി ടർബോ ചാർജർ ആണ്. അതുകൊണ്ട് തന്നെ 115 bhpയും 250 Nm ടോർക്കും അവൈലബിൾ ആണ്. ഇവിടെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ എഞ്ചിനിൽ പണ്ട് അവർ മാനുവൽ കൊടുക്കുന്ന ഒരു സമയത്ത് നിർത്തിയായിരുന്നു. ഇപ്പോൾ പക്ഷേ ഈ ഫേസ് ലിഫ്റ്റിലൂടെ പിന്നെ മാനുവൽ ട്രാൻസ്മിഷൻ തിരിച്ചു വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ഉണ്ട്, 6 സ്പീഡ് IMT ട്രാൻസ്മിഷൻ ഉണ്ട്. അതെന്തായാലും നന്നായി ഇഷ്ടംപോലെ ഓപ്ഷൻസ് DCയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഇതിൻ്റെ അകത്ത് എല്ലാവരുടെയും ഡിഫോൾട്ട് ചോയ്സായ 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. ഇത് 83 bhp പവറും 113.8 Nm ടോർക്കുമാണ് പവർ ജനറേറ്റ് ചെയ്യുന്നത്. മാനുവൽ മാത്രമേ ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ വണ്ടിയിൽ ഇപ്പോൾ ബേസിക്കലി ഈ ഒരു ട്രാൻസ്മിഷനും പിന്നെ നമ്മുടെ ഡീസലും മാത്രമാണ് മാനുവൽ വരുന്നത്. ഓട്ടോമാറ്റിക്കും ടർബോ മാനുവൽ ഇല്ല, ഓട്ടോമാറ്റിക് മാത്രമേ ഉള്ളൂ. പിന്നെ IMT. ഇതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ട്രാൻസ്മിഷൻ ഓപ്ഷൻസും എഞ്ചിൻ ഓപ്ഷൻസും. ഇത് ജസ്റ്റ് ഒരു ഫേസ് ലിഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനില്ല. ഏതായാലും ഡിസൈൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് താഴെ കമൻസിൽ പറഞ്ഞേക്കുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പ്രൈസിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു കൺഫർമേഷൻ ഡേറ്റ് വരികയാണെങ്കിൽ ഞാൻ താഴെ കമൻസിൽ കൊടുത്തേക്കാം. അതെന്തായാലും ഇപ്പോഴൊന്നും വരില്ല, കാരണം കുറച്ച് കാലം കഴിഞ്ഞിട്ടേ വരുള്ളൂ. കാരണം ജസ്റ്റ് അൺവീൽ അല്ലേ ചെയ്തിട്ടുള്ളൂ. എനിവേ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.